വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യരായ വ്യക്തികളെ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, കൂട്ടുകാരികളെ, ഞാൻ ആദ്യം പല കാര്യങ്ങളും സംസാരിച്ച് തുടങ്ങണമെന്ന് വിചാരിച്ച ആളാണ്. പക്ഷെ ആദ്യമേ നിങ്ങളോട്, മൊത്തം കുട്ടികളോടും എനിക്കൊരു റെസ്പെക്റ്റ് തോന്നുന്നു. ഇപ്പോൾ ഭയങ്കര ബഹുമാനം. എന്താണെന്നറിയോ, ചെർപ്പുളശ്ശേരി അടുത്ത് ഒരു കോളേജിൽ ഒരു ഫംഗ്ഷൻ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. 8 വർഷത്തിനിടയിൽ അള്ളാഹു സഹായിച്ച് ഒരുപാട് കോളേജുകൾ കയറിയിറങ്ങാൻ, കോളേജുകളിൽ ഇനാഗ്രേഷന് വേണ്ടി ചെല്ലാൻ, അതിഥിയായിട്ട് ചെല്ലാൻ ഭാഗ്യമുണ്ടായ ഒരു ചെറിയ കലാകാരനാണ് ഞാൻ. പക്ഷെ ഇവിടെ ഞാനൊരു വ്യത്യാസം കണ്ടത് എന്തറിയോ, ഓരോ അധ്യാപകരുടെ പേര് പറയുമ്പോൾ നിങ്ങൾ കൈയടിച്ച് ആവേശത്തോടെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നുണ്ടല്ലോ. ഇങ്ങനെ കുട്ടികളെ ആക്കിയെടുക്കാൻ ഇവിടുത്തെ അധ്യാപകർക്ക് എങ്ങനെ സാധിച്ചത് എനിക്ക് മനസ്സിലാകുന്നില്ല. പൊതുവെ ഞാൻ മനസ്സ് നിറഞ്ഞ് മനസ്സ് തുറന്നാണ് പറയുന്നത്. കാരണം ഞാനിവിടെ വന്നത് മുതൽ ഞാനത് ആസ്വദിച്ചുകൊണ്ടിരിക്കുക. അല്ലാതെ നിങ്ങൾ എന്നെ സ്വീകരിച്ചതിൻ്റെ സന്തോഷമല്ല എനിക്ക്. നിങ്ങൾ ഇവിടുത്തെ പ്രിൻസിപ്പാളെ പേര് പറയുമ്പോൾ, അല്ല അദ്ദേഹം ഇവിടെ വന്നിരിക്കുമ്പോൾ, എല്ലാ കുട്ടികളും അച്ചടക്കത്തോടെ ഓരോ വാക്കും കേട്ട് അനുസരിച്ച് മറ്റ് ടീച്ചേഴ്സിന്റെ പേര് പറയുമ്പോൾ കൈയടിക്കുന്നു. ഇപ്പൊ ഞാൻ പോയി വരുന്ന കോളേജിലെ അവസ്ഥ, എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ച പ്രശസ്തനായ തബല വിദ്വാൻ എന്ന് പറയണം, തബല കലാകാരൻ, നല്ലൊരു ഗായകൻ കൂടിയായ ഹക്കീം, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്താണ്. നിങ്ങൾക്കറിയാം, ഹക്കീമിനോട് ചോദിച്ചറിയാം, അല്ല എൻ്റെ കൂടെ വന്നിരിക്കുന്ന മറ്റ് കലാകാരന്മാർക്കറിയാം. ആ കോളേജിലുള്ള കുട്ടികളെ, അധ്യാപകരെ ഒന്നും ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷെ അവിടെ കണ്ടൊരു കാഴ്ച, പ്രിൻസിപ്പൾ കണ്ണ് നിറഞ്ഞുകൊണ്ട് പറഞ്ഞു, എൻ്റെ പേര് പറഞ്ഞപ്പോൾ, പ്രിൻസിപ്പളിന്റെ പേര് പറഞ്ഞ് പ്രിൻസിപ്പളെ പ്രസംഗിക്കാൻ ക്ഷണിച്ചപ്പോൾ കൂക്കി വിളിച്ച വിദ്യാർത്ഥിയോട് പറയാണ്, സ്നേഹത്തോടെ പറയാൻ, മോനെ എത്ര വേദന ഞാൻ അനുഭവിക്കുന്നുണ്ട് എന്ന് എൻ്റെ സ്ഥാനത്ത് നിന്നാലേ മനസ്സിലാവുള്ളൂ. നേരെ ഓപ്പോസിറ്റാണ് അള്ളാഹു താല എനിക്ക് ഇന്ന് കാണിച്ചെന്ന ഈ അനുഭവം. കാരണം കീപ് ഇറ്റ് അപ്പ്. നിങ്ങളെ മുന്നിൽ ഞാൻ ശിരസ് നമിച്ചിരിക്കുന്നു. ഒന്നാമത് പറയാനുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങൾ എന്നെക്കാൾ വിദ്യാഭ്യാസമുള്ള കുട്ടികളാണ്. അതിലുപരി സംസ്കാരം. ഞാൻ ആൽബം മീഡിയയിൽ ഇറങ്ങി ഈ 8 വർഷത്തിനിടയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. തെക്കൻകൊല്ലത്തെ ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ എന്നെക്കുറിച്ച് പുറത്തുനിന്നൊരു സംസാരം ഉണ്ടായി. അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ആ മാന്യ സുഹൃത്തിനെ പരിചയപ്പെട്ടപ്പോൾ അയാൾ പറഞ്ഞു, ക്ഷമിക്കണം, ഞങ്ങളെ പറ്റി തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. എന്താ സംസാരിച്ചെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ്, കൊല്ലം ഷാഫി പാട്ട് പാടുന്ന 4 മലപ്പുറക്കാർക്കല്ലാണ്ട് വേറെ ആർക്കാ വേണ്ടതെന്ന്. ഞാനിപ്പം അഭിമാനത്തോടെ പറയട്ടെ, ഈ 8ാമത്തെ വർഷവും നിങ്ങൾ ഇങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ മലപ്പുറക്കാരനെന്ന് ധാരാളമാണ്. ഈ മലപ്പുറക്കാരനെ കൊണ്ട് പലരും പറഞ്ഞിട്ടുണ്ട്, വിദ്യാഭ്യാസത്തിന് പിന്നോക്കമുള്ളവർ, സംസ്കാരമില്ലാത്തവർ, വിവരമില്ലാത്തവർ എന്നൊക്കെ. നിങ്ങൾക്കില്ലാത്ത വിവരം വേറെ ദുനിയാവിലൂടെ ഉണ്ടാവില്ല. കാരണം അത്ര മാതാ പിതാ ഗുരു ദൈവം എന്ന് പഠിച്ചു വെച്ച മക്കള്, നിങ്ങള് മാതാവിനെയും പിതാവിനെയും ഗുരുവിനെയും ദൈവത്തിനെ അവരിലൂടെയാണ് നമ്മൾ അറിയുന്നത് എന്ന തിരിച്ചറിവോടെ അധ്യാപകരെ, എൻ്റെ പേര്, കലാകാരന്റെ പേര് പറഞ്ഞിട്ട് കൈയടിച്ചതിനല്ല നിങ്ങൾക്ക് നന്ദി. അധ്യാപകരെ പേര് പറയുമ്പോൾ അവരെ പ്രോത്സാഹിപ്പിക്കുന്നത്, ഇവിടുത്തെ അധ്യാപകർക്ക് എത്ര ഉൾപ്പുളക്കം ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾക്ക് അനുഭവിച്ചാൽ അറിയില്ല. പിന്നെ ഈ പ്രോഗ്രാമിന്റെ ഭംഗി കൂടുക എപ്പോഴാണെന്നറിയോ, ഈ പ്രോഗ്രാമിന്റെ കളർഫുള്ളായി ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുക എന്നെ പോലെ നിങ്ങളൊരു രക്ഷിതാവൊക്കെ ആയി ഭാവിയിൽ ഉമ്മയും ബാപ്പയും അച്ഛനും അമ്മയൊക്കെ ആയിട്ട് ജീവിക്കുമ്പോൾ ഇതിന്റെ CD ഒന്ന് വാങ്ങിച്ചിട്ട് കണ്ടു നോക്കിയേ, അതിൻ്റെ ഒരു സുഖം അപ്പോഴാണ് മനസ്സിലായത്. അന്ന് നിങ്ങൾക്ക് അഭിമാനിക്കാൻ വകയുണ്ടാവും. കാരണം നിങ്ങൾ ഈ അച്ചടക്കം, നിങ്ങൾ അധ്യാപകർക്കും അധ്യാപകർ നിങ്ങൾക്കും തരുന്ന ഈ ഒരു എന്താ പറയുക, ഈ സൽഗുണ പാഠം, ഇത് ഓരോ സ്ഥാപനങ്ങളും ഈ ഫിനിക്സിനെ കണ്ടിട്ട് മാതൃകയാക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. പുറമേയുള്ള ഏതെങ്കിലും സ്ഥാപനത്തിൽ പഠിക്കുന്നവർ ഇവിടെ വന്നു പോവുകയാണെങ്കിൽ, എൻ്റെ നാവുകൊണ്ട് ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഇവിടെ വരുന്ന ഏത് ഗസ്റ്റും ഇത് പറഞ്ഞിരിക്കും. കാരണം നിങ്ങൾ അത്രയ്ക്ക് റെസ്പെക്റ്റോടുകൂടി അധ്യാപകരോട് പെരുമാറുന്നത്. മക്കളെ, ഇതിൽ പരം ഇവിടുന്ന് നിങ്ങളൊന്നും പഠിച്ചെടുക്കാനില്ല. നിങ്ങൾ പഠിച്ചെടുക്കാനുണ്ടായിരുന്ന ഇതാണ്, ലോകത്തെ ബഹുമാനിക്കാൻ പഠിക്കലാണ്. നമ്മൾ കലാലയ ജീവിതം കൊണ്ടല്ല, എല്ലാ ജീവിതം കൊണ്ടും. ഞാൻ 10ാം ക്ലാസ് വരെ പോയി, നേരത്തെയും പറഞ്ഞു, ഞാൻ പൊരുതി തോറ്റ മനുഷ്യനാണ്. അത് കഴിഞ്ഞിട്ട് എനിക്ക് +2 പഠിക്കണം എന്നൊക്കെ ആഗ്രഹിച്ച എന്നെ അള്ളാഹു താല എല്ലാ കോളേജുകളിലും ഇങ്ങനെ കുറേ സമയത്ത് കൊണ്ടെത്തിച്ചു. കഴിഞ്ഞ 2 വർഷം മുമ്പ് 3 വർഷം മുമ്പ് കലാലയം എന്ന പാട്ടിന് വേണ്ടി നിങ്ങളെ യൂണിഫോം ഇട്ട്
മീശയൊക്കെ ചെറുതാക്കി. ഇപ്പൊ 33 വയസ്സായി. 30ാമത്തെ വയസ്സിലാണ് ഞാൻ 16കാരനായിട്ട് +1 പഠിക്കുന്ന വിദ്യാർത്ഥിയായിട്ട് അഭിനയിക്കുന്നത്. എനിക്കുണ്ടായ ചമ്മല് കുറച്ചൊന്നല്ല. പക്ഷെ നിങ്ങളെപ്പോലുള്ള കുട്ടികളെ കൂടെ ഇറങ്ങി നിന്ന് യൂണിഫോമൊക്കെ ഇട്ട് ഇരുന്നപ്പോൾ ഞാൻ കണ്ണ് നിറഞ്ഞ് ആസ്വദിച്ചിട്ടുണ്ട്. പടച്ചോനെ, എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും അന്ന് എൻ്റെ ദാരിദ്ര്യം കൊണ്ടാണ് എനിക്ക് പഠിക്കാൻ പറ്റാതെ പോയത്. അല്ലാണ്ട് വിദ്യാഭ്യാസമൊക്കെ അത്യാവശ്യത്തിന് അൽഹംദുലില്ലാ പഠിക്കാനൊക്കെ മിടുക്കനായിരുന്നു. പക്ഷെ അന്നത്തെ സ്ഥിതി എന്നെ അനുവദിച്ചില്ല. പക്ഷെ പടച്ചവൻ എത്ര വലിയ കാരുണ്യവനാ. നിങ്ങളെ മുന്നിൽ വന്ന് നിൽക്കാൻ തന്ന ഭാഗ്യം. എന്നെക്കാൾ വിദ്യാഭ്യാസമുള്ള സംസ്കാരമുള്ള മക്കളുടെ മുന്നിൽ പോയി നിന്ന് പ്രസംഗിക്കാനും അവർക്ക് പാടിക്കൊടുക്കാനും അവർ എന്നെ ആസ്വദിക്കാനും അവരെ ആസ്വാദനം കണ്ട് എനിക്ക് അഭിമാനം കൊള്ളാനുള്ള നിരവധി വേദികൾ തന്നു. പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങളോട് എനിക്ക് ഉപദേശിക്കാൻ ഒരു ഏട്ടൻ്റെ സ്ഥാനത്ത് നിന്ന് പറയാനുള്ള കാര്യം, മാതാപിതാക്കളോടുള്ള കടമ, ദൈവത്തോടുള്ള കടമ, ഇതൊക്കെ തീർക്കാൻ നിങ്ങൾ ഇവിടുന്ന് പഠിക്കണം. ഈ കലാലയത്തിൽ നിന്ന് അത് പഠിച്ചാലാണ് ഇന്ന് എൻ്റെ അടുത്ത് എന്തെങ്കിലും ഒരു നന്മ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ, പ്ലസ് പോയിന്റ് ഉണ്ടെങ്കിൽ അതെനിക്ക് എൻ്റെ ഉമ്മ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. എൻ്റെ ബാപ്പാനെ കണ്ട് ഞാൻ പഠിച്ചിട്ടുള്ളതാണ്. എൻ്റെ അടുത്ത് എന്തെങ്കിലും ഒരു മൈനസ് ഉണ്ടെങ്കിൽ അത് ഞാൻ സമൂഹത്തിൽ നിന്ന് വഴിതെറ്റിപ്പോയിട്ട് കണ്ടുപിടിച്ച കാര്യമായിരിക്കാം. ഈ പറയുന്നത് പോലെ നാളെ നിങ്ങളെ ഉമ്മ ബാപ്പമാരെക്കുറിച്ചും ഗുരുനാഥന്മാരെക്കുറിച്ചും നിങ്ങൾക്കും നിങ്ങളെ മക്കൾക്കും പറയാൻ, നിങ്ങളെ മക്കളെ നിങ്ങൾ പഠിപ്പിക്കണമെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് പാഠപുസ്തകത്തിൽ ഇല്ലാത്ത ചില സംസ്കാരം ഇപ്പം നിങ്ങളടുത്ത് നിങ്ങളത് വാങ്ങിയിട്ടുണ്ട്. അതിലുപരി ഇനിയും ഉണ്ടാക്കിയെടുക്കുക. ഒന്നാമത് മതസൗഹാർദ്ദം ഇന്ന് നശിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പൂർവികർ നമുക്ക് കാണിച്ചു തന്ന നല്ല പൈതൃകം അന്യനാട്ടുകാരെയും അന്യമതക്കാരെയും സ്വീകരിച്ച് അവരുടെ കുടിലുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവരുടെ ആശയങ്ങളെയും മതങ്ങളെയും സ്വീകരിച്ച് സർവ്വ മതങ്ങളും ഒന്നാണെന്ന് വിശ്വസിച്ച് തോളോട് തോളൊരുമ്മി കഴിഞ്ഞു പോയ നമ്മുടെ പൂർവികരെ നമുക്ക് സ്മരിക്കണം. അത് ഇനി വരാനുള്ള തലമുറക്ക് പകർന്നു കൊടുക്കാൻ നമുക്കാവണം. അത് വീണ്ടെടുക്കാൻ നിങ്ങൾക്ക് ഈ കലാലയ ജീവിതം കൊണ്ട് സാധിക്കണം. അതിനായിരിക്കണം നിങ്ങളുടെ ആ ലക്ഷ്യബോധം ഇവിടെ ഉണ്ടാവണം. അതിനകത്ത് നിങ്ങളെ സൗഹൃദം, പിന്നെ എനിക്കും നിങ്ങൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ട, ദുനിയാവിൽ എല്ലാവർക്കും ഇഷ്ടമുണ്ടെങ്കിലും പലരും സാഹചര്യം പ്രായപ്രശ്നം കൊണ്ടൊക്കെ തുറന്നു പറയാത്ത പ്രണയം, എന്ത് നല്ല വികാരം അല്ലേ? അതും സംസ്കാരത്തോടു കൂടി ഉള്ള പ്രണയമായിരിക്കണം. 916 ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ ഉമ്മാനെയും ബാപ്പാനെയും അമ്മയെയും അച്ഛനെയും മറ്റുള്ള സമൂഹത്തെയും കരയിക്കാനോ തമ്മിലടിപ്പിക്കാനോ ഉള്ളതായിരിക്കരുത് നമ്മുടെ. ഞാൻ 6 കൊല്ലം ഒരു പെൺകുട്ടിയെ പ്രണയിച്ചു എൻ്റെ വീട്ടിനടുത്ത്. പക്ഷേ നിർഭാഗ്യം എന്നൊന്നും ഞാൻ പറയില്ല, അള്ളാഹുവിൻ്റെ വിധി. ആ കുട്ടിക്ക് വേറൊരു മണവാളം വന്നു. ഞാൻ ഗൾഫിലുള്ള സമയത്ത് അവളുടെ കല്യാണം കഴിഞ്ഞു. പക്ഷേ കല്യാണം ഉറപ്പിച്ചത് ഗൾഫിലുള്ള സമയത്താണ്. കല്യാണം കൂടാൻ വേണ്ടി ഞാൻ നാട്ടിലെത്തിയിട്ടുണ്ട്. ഞാൻ നല്ല എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞതുപോലെ കരയാതെ കരച്ചിലൊക്കെ ഉള്ളിൽ ഒതുക്കി അവിടെ പോയി പാട്ട് പാടിക്കൊടുത്ത്. എന്തുകൊണ്ട് എനിക്കത് സാധിച്ചു എന്ന് പറഞ്ഞാൽ എൻ്റെ ബാപ്പ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, നമ്മളെ ഏതൊരാഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ടും ഒരാളുടെയും കണ്ണ് നിറയരുത്, ഒരാളുടെയും മനസ്സ് മുഷിയരുത്. അത് പഠിപ്പിച്ചു തന്ന ആ മനുഷ്യനെ മൊഞ്ചുള്ള നേർക്കാഴ്ച എന്ന് പറഞ്ഞ CD കണ്ടിട്ടുള്ള എല്ലാ കുട്ടികൾക്കും, അല്ലെങ്കിൽ ഇന്ന് പോയ നെറ്റിൽ സെർച്ച് ചെയ്താൽ മൊഞ്ചുള്ള നേർക്കാഴ്ചയിൽ കഴിഞ്ഞ വർഷം ഇവിടെ വന്ന എൻ്റെ പ്രിയപ്പെട്ട അനിയൻ സലീം കോടത്തൂരടക്കം നമ്മുടെ പ്രിയപ്പെട്ട എല്ലാവരുടെയും ജീവിത കഥകൾ കാണിക്കുന്നതിൽ എന്നെ ഈ സംസ്കാരം പഠിപ്പിച്ച എൻ്റെ ബാപ്പാനെ നിങ്ങൾക്ക് കാണാം. 4.5 വർഷം മുമ്പ് മരിച്ചു പിരിഞ്ഞു പോയി. എന്നാലും ഇപ്പോഴും അദ്ദേഹം പഠിപ്പിച്ച കുറേ കാര്യങ്ങൾ അതെൻ്റെ ലൈഫിലുള്ളത് കൊണ്ടാണ്, അല്ലാതെ സംഗീതം പഠിച്ചുകൊണ്ടൊന്നുമല്ല ഞാനിപ്പം നിലനിൽക്കുന്നത്. നമ്മുടെ ഒരു പുഞ്ചിരി കൊണ്ടെങ്കിലും ദൈവത്തെ സഹായിക്കണം എന്നാ. പടച്ചോൻ നമ്മുടെ ബ്രീത്ത് തന്ന്, കണ്ണ് തന്ന്, കാഴ്ച തന്ന്, കേൾവി തന്ന്, എല്ലാ കോശങ്ങളും. എന്തിന്? ഒരു നഖം പോയാൽ ഡ്യൂപ്ലിക്കേറ്റ് നഖം വെച്ചാൽ നമുക്ക് തൊട്ടാലറിയൂല അല്ലേ? ഇതൊക്കെ ഫ്രീ ആയിട്ട് തന്ന് വായുവും വെള്ളവും വെളിച്ചവും ഇന്ന മതക്കാരൻ നോക്കിയിട്ടൊന്നല്ല കൊടുത്തത്. അയ്യുഹന്നാസ് ഇത്തക്കില്ല എന്നാ പറഞ്ഞത്. നമ്മളോട് പറഞ്ഞത് ജനങ്ങളെ എന്ന് വിളിച്ചിട്ട് അഭിസംബോധന ചെയ്ത ഖുർആൻ എല്ലായിടത്തും. ജനങ്ങൾ, മനുഷ്യന്മാർക്ക് വിവേകബുദ്ധി, അള്ളാഹു തആല വിവേചന ബുദ്ധി, തിരിച്ചറിവ് കൊടുത്തത് എന്തിനാ? നിങ്ങൾ പരസ്പരം തിരിച്ചറിയാനാണ് നിങ്ങളെ പല ഗോത്രങ്ങളാക്കിയെന്ന് പറഞ്ഞ്. അപ്പൊ നിങ്ങളൊരു പുഞ്ചിരി കൊണ്ടെങ്കിലും മറ്റുള്ളവന് ആശ്വാസം പകരാൻ നിങ്ങൾ തയ്യാറാവണം. ഏതുപോലെ ഇവിടെ ഇപ്പൊ നമ്മളെ സദസ്സിൽ ഞാൻ ഇന്ന് ആദ്യമായിട്ട് പരിചയപ്പെടുകയാണെങ്കിലും ഹക്കീമിന്റെ വായിലൂടെയും മറ്റു പലരും പറഞ്ഞു കേട്ടിട്ട് എനിക്ക് തന്നെ അഭിമാനവും അദ്ദേഹത്തോട് വളരെയധികം റെസ്പെക്റ്റും തോന്നിയ ഒരു മനുഷ്യൻ നമുക്കിന്ന് അതിഥിയായിട്ടിരിക്കുന്നുണ്ട്.